അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞ അച്ഛാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വലിയ വിവാദമായ അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. യൂട്യൂബറും ഇൻഫ്ലുവൻസറും ആയിട്ടുള്ള അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ചർച്ചയായ വിഷയമായിരുന്നു. നമ്മളാണെങ്കിൽ പോലും ഈ പറയുന്ന ഒളിച്ചോടിപ്പോയ ആ പെങ്കൊച്ചിന് ഒരുപാട് എന്താ പറയുക, നമ്മളൊക്കെ പറഞ്ഞ ആ പെണ്ണിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടിയിട്ട് അഖിൽ NRDയെ പോലെ ഒരു ഭർത്താവ്, നല്ല രീതിയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും നല്ലൊരു ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ പെണ്ണ് എന്തിനാണ് ഇങ്ങനെ ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയതെന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുകയാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മേഘ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതായത് ആ പെണ്ണിപ്പോൾ ഉള്ളത് അച്ഛൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന മേഘയുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചതിലുള്ളതാണ്, ഒരു അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ മേഘ ഉള്ളത് സ്വന്തം അച്ഛൻ്റെ കൂടെ തന്നെയാണ്. ഒളിച്ചോടിപ്പോയ ചെറുക്കൻ്റെ കൂടെ വെറും 4 ദിവസം മാത്രമേ ഈ പറയുന്ന മേഘ താമസിച്ചിട്ടുള്ളൂ, പിന്നെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. ശരി. കോൺഗ്രസ് പാർട്ടിയുടെ അത് ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ പൊരുത്തപ്പെ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാണ് വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബിൽഡിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അനൂപിന്റെ. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞ അച്ഛാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടിയും കലവാകുമ്പം തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോ അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ?
ഇല്ല അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായിപ്പോയി, ബ്രേക്കപ്പ് ആയിപ്പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനുവിന് അമ്മ, അച്ഛൻ മരിച്ചു പോയ ഒരമ്മയും ഒരനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. നല്ലേ ജോലി കിട്ടിയെന്നിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. കിട്ടിയിട്ടില്ല, താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നന്ന് പോകുന്ന അന്നന്ന് കാശ് കിട്ടും. അത് KSRTC-യിലാണെങ്കിലും ടെമ്പററിയാ. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, അതെ ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. തോന്നുന്നു 4 ദിവസം. 4-ാമത്തെ 5-ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ശരി. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ അത്ര ഫാമിലി ഫ്രണ്ട് ആന്നേ. ഈ പുള്ളി ഞാനും ചങ്ക് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും. തെളിവ് സഹിതം പുറത്ത് വിടുമെന്ന് അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുവാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡവും ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്, അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ടു ഞാൻ വരികയില്ലെന്ന്. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കള് അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവിടെ ഉള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസില് ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരു അച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണോ ഇപ്പം? ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, 2 ജോലിക്ക് ഒരു ബന്ധുവുണ്ട്, പിന്നെ 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ. ഇല്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു 4 കെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട്. നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ.
ശരി. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ച് പറഞ്ഞു എന്നോടാ എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോവുകയും പിറ്റേന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിൽ പോയത് ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല. അപ്പൊ ഈ ഒരു വോയിസ് കേട്ടത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന മേഘയെ അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ആ ഒരു പെണ്ണിങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം അഖില NRDയുടെ അച്ഛൻ്റെ ചില പ്രവൃത്തികളാണ്. എന്തായാലും ഇത് ഇന്നല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാലും സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അതായത് ഈ പറയുന്ന അഖില NRD തികച്ചും ഒരു അച്ഛനും അമ്മയും പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു മകനായിരുന്നു. അതായത് അച്ഛനെ ഭയമായിരുന്നു എന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അച്ഛൻ്റെ മുന്നിലിരുന്ന് കഴിക്കില്ല, അങ്ങനെ ഒരു ഭയമായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അഖില NRD കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികൾ അഖില NRDയുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ വോയിസിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും വെറുതെ ഒന്നും അല്ല അവളിങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ പെണ്ണ് പല പ്രാവശ്യം പറഞ്ഞു നമുക്ക് മാറി താമസിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ തയ്യാറായില്ല. ഇവൻ്റെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചെങ്ങും വരില്ല എന്ന് പറഞ്ഞു. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം പോലും തികഞ്ഞിട്ടില്ല, ഏകദേശം 1 വർഷം 1.5 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ തന്നെ ഈ അച്ഛൻ്റെ ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ ഈ പെൺകുട്ടിയെ വല്ലാതെ ദുഃഖത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവർ ഹാപ്പി അല്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ അച്ഛൻ്റെ ഈ ഒരു പല രീതിയിലുള്ള പ്രവൃത്തികളും ഈ പെൺകുട്ടിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഈ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതിലൊരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അത് നിർത്തലാക്കാനോ അഖിൽ തയ്യാറായില്ല. അച്ഛനെ ഭയമായിരുന്നു. ആ പെണ്ണ് ചെയ്ത് തെറ്റ് തന്നെയാണ്. അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധത്തിൽ തുടരാൻ താല്പര്യം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവൾക്ക് ധൈര്യപൂർവ്വം അവിടെ നിന്ന് ഇറങ്ങിപ്പോകായിരുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ അവൾക്ക് പോകാമായിരുന്നു. പക്ഷെ അതിന് പകരം ഇങ്ങനെ ഒരാളുമായിട്ട് സ്നേഹിച്ച് ഈ ഒരു രീതിയിൽ ഒളിച്ചോടിപ്പോയത് അത് തെറ്റ് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരിക തന്നെ ചെയ്യും. നമുക്ക് നോക്കാം.